കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ സന്ദർശനത്തിന് സംസ്ഥാനത്തിന് ചെലവായത് എത്ര രൂപയാണെന്നറിയോ? അത് 10-9 ലക്ഷമൊന്നുമല്ല, 1 കോടി രൂപയാണ്. 3 ദിവസം മാത്രമാണ് അഞ്ചംഗ കമ്മീഷൻ കേരളം സന്ദർശിച്ചത്. ധനവകുപ്പ് ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് KR സാജുവാണ് നൽകുക. സാജു, ഗുഡ് മോർണിംഗ്. വെറും 3 ദിവസത്തെ സന്ദർശനത്തിനാണ് 1 കോടി രൂപ ചെലവായത്. ദിവ്യ, കണക്കൊന്നും കേട്ട് ഞെട്ടണ്ട. വലിയ സംഘമൊന്നും അല്ല കേരളത്തിലേക്ക് എത്തിയത്. 5 അംഗ ധനകാര്യ കമ്മീഷന്റെ സംഘമായിരുന്നു കേരളം സന്ദർശിച്ചത്. 16ാം ധനകാര്യ കമ്മീഷന്റെ സന്ദർശനം. അങ്ങനെ 3 ദിവസമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ചെലവ് 1 കോടി രൂപയാണ്. പണം ആവശ്യപ്പെട്ട് ധനകാര്യ അക്കൗണ്ട്സ് വിഭാഗം ബജറ്റ് വിങ്ങിന് ഈ മാസം 15-ന് ഫയൽ കൈമാറി. തൊട്ടടുത്ത ദിവസം ബജറ്റ് വിങ്ങിൽ നിന്നും 1 കോടി രൂപ അധിക ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ആ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡിസംബർ 8 മുതൽ 10 വരെയാണ് കമ്മീഷൻ അധ്യക്ഷനും നീതി ആയോഗ് മുൻ വൈസ് ചെയർമാനുമായ ഡോക്ടർ അരവിന്ദ് പനാഗിരിയും അംഗങ്ങളും കേരളം സന്ദർശിച്ചത്. 15ാം ധനകാര്യ കമ്മീഷൻ അംഗമായിരുന്ന അജയ് നാരായണൻ ദ, കേന്ദ്രത്തിലെ മുൻ ധനവിനിയോഗ സ്പെഷ്യൽ സെക്രട്ടറി ആനി ജോർജ് മാത്യു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ഗ്രോത്ത് മുൻ ഡയറക്ടർ മനോജ് പാണ്ഡ, SBI ഗ്രൂപ്പ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് സൗമ്യകാന്ത് ഘോഷ് എന്നിവരായിരുന്നു കമ്മീഷനിലെ അംഗങ്ങൾ. 8-ന് സംഘം കുമരകത്തെത്തി. 10-ന് രാവിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് കോവളത്ത് ഹോട്ടലിൽ വെച്ച് നിവേദനം നൽകി. ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാര വ്യവസായി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രി സംഘത്തിന് അത്താഴ വിരുന്ന് നൽകി. ഇത്രയും കാര്യങ്ങളാണ് ആ 3 ദിവസം കൊണ്ട് നടന്നത്. 8-ാം തീയതി കുമരകത്തെത്തിയ സംഘം 9-ാം തീയതി കുമരത്തിന് സമീപത്തുള്ള അയ്മനം ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ചെലവ്, അതായത് ഇവരുടെ താമസം, ഭക്ഷണം, മറ്റ് റെന്റ് അടക്കമുള്ള കാര്യങ്ങളുടെ ചിലവായിട്ടാണ് 1 കോടി രൂപ ആയിരിക്കുന്നത്. ഇത് ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് വിങ്ങിൽ നിന്നും ഇതിന്റെ ചെലവുകളുടെ കണക്ക് ധനകാര്യ വകുപ്പിലേക്ക് എത്തുകയും അതിന് അംഗീകാരം നൽകുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. യെസ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ധനകാര്യ കമ്മീഷന്റെ സന്ദർശനത്തിൽ തന്നെ വലിയ ധൂർത്തുണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെറും 3 ദിവസം കേരളം സന്ദർശിച്ചതിനാണ് 5 അംഗങ്ങൾക്ക് അവരുടെ താമസം, അവരുടെ ഭക്ഷണം, യാത്രാ ചെലവിനൊക്കെയായി 1 കോടി രൂപ സംസ്ഥാനത്തിന് നൽകേണ്ടി വന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് KR സാജു നൽകിയത്.